മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് അതാണ് പ്രാർത്ഥന എന്ന് നിങ്ങൾ നിർവചനം നൽകി. അതിനാണ് ഞാൻ പറഞ്ഞത് മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് ഒറ്റ വാക്ക് തന്നെ മതി നിങ്ങളുടെ സകല വലകളും തകർന്ന് തരിപ്പണമാവാൻ. മൗലവിമാരെ, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ, എന്നെ വഫാത്തിന് ശേഷം വിളിച്ചാൽ അവന് ഞാൻ ഉത്തരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരിപ്പ നന്ദിയിലാണുള്ളത്, പാലുവീലാന്നുള്ള ഓർമ്മയും കൂടി ഇല്ല. നന്ദിയിൽ പറഞ്ഞതിന് അവിടെ പറയുന്നുണ്ട്. പിന്നെ ഉന്തുർന അതൊക്കെ കാണിച്ചു തന്നതല്ലേ മൗലവി? അങ്ങനെയല്ലേ ളുഹ്ർ നിസ്കരിപ്പിച്ചത്? അവിടെന്ന് അങ്ങനെയല്ലേ നമ്മൾ ളുഹ്ർ നിസ്കരിപ്പിച്ചത്? ഇനി നിങ്ങൾക്ക് ഉന്തുർന ചർച്ച ചെയ്യണോ? താല്പര്യമുണ്ടോ? വ്യവസ്ഥ എഴുതിക്കോളൂ, ഞങ്ങളെപ്പോഴും റെഡിയാണ്. ഞങ്ങൾ പറഞ്ഞ് തെളിയിക്കും കേട്ടോ, അതിനൊരു പേടിയില്ല. വ്യവസ്ഥ എഴുതുക, സംവാദം ഉണ്ടാക്കുക, ഞങ്ങളൊക്കെ റെഡിയാണ്. ഞങ്ങൾ ഓരോ സംവാദം ഉണ്ടാക്കുമ്പോഴും ജനങ്ങൾക്ക് അതിന്റേതായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അത് ഉള്ളിലുള്ളവരും പഠിക്കുന്നുണ്ട്, പുറത്തുള്ളവരും പഠിക്കുന്നുണ്ട്, പറയുന്ന മൗലവിയും പഠിക്കുന്നുണ്ട്. അതാണല്ലോ മൂപ്പര് തൊടാത്തത്. ആ ഹദീസിനെ തൊടാൻ കഴിഞ്ഞില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലല്ലേ പറയുന്നത്, എന്റെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എവിടെ നിങ്ങളെ നിർവചനം? എന്നിട്ട് ചോദിക്കാം, നിർവചനത്തിൽ എങ്ങനെ പെട്ടത്? ഞാൻ വായിച്ചെന്നല്ലോ, നിങ്ങളുടെ മദ്രസയിലെ പാഠപുസ്തകമാണ് എന്റെ കയ്യിൽ. ഇസ്ലാമിക വിശ്വാസങ്ങൾ. ഇതിൽ പറയുന്നു, മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനു ശേഷം അവിടത്തെ ഉത്തരം ചെയ്യുമെന്ന ബോധത്തോടെ വിളിക്കുന്നത് മനുഷ്യ കഴിവിനപ്പുറത്തുള്ളതാണല്ലോ. അതാണ് ഞങ്ങൾ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞത്. അങ്ങനെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ കൊടുത്ത കഴിവെന്ന് എന്ന് പറഞ്ഞില്ല, പിന്നെ കൊടുക്കാത്ത കഴിവെന്നാണോ ഉത്തരം ചെയ്യല്? ഉത്തരം ചെയ്യല് പിന്നെ എന്തിൽ നിന്നാണ്? ആ ഹദീസ് തന്നെ. പിന്നെ നമ്മൾ നിങ്ങളുടെ നിർവചനം പൊളിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് പൊളിയില്ല, പക്ഷെ തെളിവ് പറഞ്ഞാൽ പൊളിയും. തെളിവാണല്ലോ പറഞ്ഞത്. എന്താണ് നിങ്ങൾക്കൊരു പേടി എവിടെ? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബാക്കിയുള്ള വഅദൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. നിങ്ങളിപ്പോ റാസി വിട്ട് തൊബരിയിലെത്തി, ഇനി കുറച്ച് കഴിയുമ്പോ നിങ്ങൾ അൽമനാറിനും ഷബാബിലും എത്തുമെന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ ഞങ്ങൾ മറുപടി പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു പേടിയില്ല. ഓരോ ഇബാറത്ത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾ ചോദ്യം ചെയ്യേ, അവിടെ പറയും. ഇപ്പൊ നിങ്ങളുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. ഈ സംവാദത്തോടുകൂടി ജനങ്ങൾ പഠിച്ചു, നിങ്ങൾ ഇത്ര കാലം ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി, മുശ്രിക്കാക്കുന്ന കച്ചവടാണല്ലോ ഉള്ളത്. തല മൊട്ടയടിച്ചാൽ കുഫ്രിയത്ത്, അപ്പുറത്ത് ഹജ്ജിന് വരുന്നവര് മുശ്രിക്ക്. മൂപ്പര് പറയാ, ഇവിടെ മുസ്ലിം സമൂഹത്തെ ഞങ്ങൾ മുശ്രിക്കാക്കി എന്നൊക്കെ വിഷയാവതരണത്തിൽ പറഞ്ഞു. അത് പറയുമ്പോ ശ്രദ്ധിക്കണം. 5 ലക്ഷം മാത്രമാണ്, ബാക്കിയുള്ളതൊക്കെ ഔട്ട് എന്നൊക്കെ പറഞ്ഞ ആളുകളില്ലേ? എത്രയോ ആളുകളുണ്ട്. അപ്പൊ അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട, അതിലൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പിന്നെ മൂപ്പര് പറഞ്ഞു ഈ ബിൽഡിങ്ങിനെ പൊളിക്കാൻ കഴിയില്ല. അത് ശരിയാണ്, പക്ഷേ ഈ ബിൽഡിങ്ങിനെ പൊളിക്കാൻ അല്പമെങ്കിലും പ്രയാസമുണ്ടാവും. നിങ്ങളുടെ നിർവചനം വെട്ടുകാരി വലയാണ്. അതിനെ പൊളിക്കാൻ ഒന്നിന്റെ ആവശ്യമില്ല. ഒന്ന് ഊതിയാ പറന്നു പോകും. ഞങ്ങളത് ഊതിക്കളഞ്ഞു. നിങ്ങൾക്ക് അതിനെ സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. കഴിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക്. അതെ, ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഞങ്ങളുടെ വിഷയം കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് നൽകുന്ന കഴിവ്, ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വഫാത്തിന്റെ ശേഷം പോലും ചോദിച്ചാൽ അത് ഉത്തരം നൽകും, കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ നിർവചനമനുസരിച്ച് അത്തരത്തിലുള്ള തേട്ടങ്ങളും ചോദ്യങ്ങളും അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ് എന്ന് വരുന്നു. അത് അബദ്ധമാണെന്നാണ് ഞങ്ങൾക്ക് തെളിയിക്കേണ്ടത്. അതാണ് തെളിയിച്ചത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയത് എന്തിനാണെന്നറിയോ? മക്കാ മുശ്രിക്കീങ്ങളെ നിങ്ങൾ പറഞ്ഞില്ലേ, മക്കാ മുശ്രിക്കീങ്ങളെ കാണുകയും മക്കാ മുശ്രിക്കീങ്ങളെ വിശ്വാസം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവാണ് പറയുന്നത്, എന്റെ മരണശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന്. അവിടെയാണ് വിഷയം. മക്കാ മുശ്രിക്കിന്റെ വിശ്വാസം റസൂലുള്ള പഠിപ്പിക്കുമോ? ഒളിഞ്ഞുപോയി. ഇനി അതൊന്നും പറയണ്ട. മക്കാ മുശ്രിക്കീങ്ങളെ വിശ്വാസം റസൂലുള്ള മനസ്സിലാക്കിയിട്ടുണ്ട്. ആ റസൂലുള്ളയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഞങ്ങളുടെ ചോദ്യത്തിന്റെ അവസരമല്ലാത്തത് കൊണ്ട് ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഈ വിഡ്ഢിത്തം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പോലും അറിയില്ല എന്ന
ആ പരമവ്യക്തമായ സത്യം ഒന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ആദർശ ഭദ്രതയുണ്ടെങ്കിൽ, നിങ്ങളുടെ നിർവചനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, അങ്ങനെ ഒരു ഹദീസില്ല, ഹദീസിന് അങ്ങനെ അർത്ഥമില്ല. ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ, ഇപ്പൊ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങളെ നിർവചനം അതാ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. തെളിവ് മുഹമ്മദുർ റസൂലുള്ളാഹി, റസൂലുള്ളാഹിന്റെ വാക്കാണ്. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് അതേ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പഠിപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഭാഗത്തെ പ്രവർത്തകരെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. സംവാദം നടത്തിയല്ലോ, മനസ്സിലാക്കി വെച്ചോളൂ. ഇനി ആരെങ്കിലും വഫാത്തിനു ശേഷം വിളിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? അവിടുന്ന് പഠിപ്പിച്ചില്ലേ എന്ത്? എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എപ്പോ? വഫാത്തിനു ശേഷം. പിന്നെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ രൂപത്തില് തുടക്കത്തിൽ തന്നെ ആയാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് എത്ര സമയം കഴിയണം? എന്റെ അനീപ പോലെയൊക്കെ ഇങ്ങനെ ആയാൽ നന്ദിയിൽ ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, അവിടെ കണക്കിന് പറയുന്നുണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് പറയാം, ഓരോ സ്ഥലത്തുനിന്ന് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. ഇവിടെ മുസ്ലിയാര് ബന്ധം മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. റേഞ്ച് ഒരൽപ്പം കുറവായിരിക്കാം. ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കി വരുന്നതേയുള്ളൂ മുസ്ലിയാര്. അതാണിപ്പോൾ മുസ്ലിയാർ ആവർത്തിക്കുന്നത്. കൊടുത്ത കഴിവാണ്, കൊടുത്ത കഴിവല്ലാതെ കൊടുക്കാത്ത കഴിവുണ്ടോ? കൊടുത്ത കഴിവാണ്, അതല്ലാതെ കൊടുക്കാത്ത കഴിവുണ്ടോ എന്ന മുസ്ലിയാരുടെ ഒരു സംശയം നാവിലൂടെ പുറത്തു വന്നപ്പോൾ തന്നെ ചോദ്യം, മുജാഹിദികൾ ചോദിച്ച ചോദ്യവും വിഷയവും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് മുസ്ലിയാർ മനസ്സിലാക്കി വരുന്നുണ്ട് എന്നാണ് ആമുഖമായി തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്. അത് നല്ലൊരു ലക്ഷണമാണ്. പിന്നെ മുസ്ലിയാർ ഇവിടെ കാണിച്ചൊരു തട്ടിപ്പ്. എവിടെയോ നിർവചനം, മുജാഹിദുകളുടെ നിർവചനം എവിടെ? മുജാഹിദുകളുടേതെന്ന് പറഞ്ഞ് വായിച്ച നിർവചനം എവിടെ? ഏതാണ് നിങ്ങൾ വായിച്ച നിർവചനം? ഏതാണ് നിങ്ങൾ വായിച്ച നിർവചനം? കട്ടുവച്ചതല്ലേ മുസ്ലിയാർ ഇവിടെ? കട്ടുവായിച്ചതല്ലേ? ഒരു പാഠപുസ്തകം, മലയാളത്തിലുള്ള പാഠപുസ്തകം പോലും വായിച്ചാൽ തിരിയാതെ കട്ടുവെച്ചാണ് മുസ്ലിയാർ വായിച്ചത്. കേട്ടോളൂ. മനുഷ്യൻ സർവശക്തനല്ല, സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഒരു കർഷകന് നിലമുഴുതുവാനും വിത്ത് വിതക്കുവാനും വളവും വെള്ളവും നൽകുവാനും സാധിക്കുന്നു. എന്നാൽ ആ വിത്ത് മുളപ്പിച്ച് നല്ല വിളവുണ്ടാക്കുന്നത് വിളവുണ്ടാക്കുന്നത് അവന്റെ കഴിവിൽപ്പെട്ടതല്ല. ഇതിനു വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്രകാരം ആ കൃഷിക്ക് യാതൊരു നാശവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി രക്ഷ തേടുന്നതും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. ഇങ്ങനെ മനുഷ്യ കഴിവിനതീതമായ മാർഗങ്ങളിൽ, മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കട്ടുവച്ചതല്ലേ മുസ്ലിയാരെ? ഇവിടെ വായിച്ചോ നിങ്ങൾ അതിന്റെ തലവാചകം. എന്താണ് പ്രാർത്ഥന? ആ പ്രാർത്ഥനയുടെ വിശദീകരണം അതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട് മുസ്ലിയാരെ. മുസ്ലിയാരത് വായിച്ചിട്ടില്ല. മലയാള ബുക്കിൽ പോലും കൃത്രിമം കാണിക്കുന്ന നിങ്ങൾക്ക് ഇനി അറബി വായിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഹദീസ് വായിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? മലയാള ബുക്ക് പോലും മുറിക്കാൻ പഠിച്ച നിങ്ങൾ ആയത്തും ഹദീസും മുറിക്കുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ മുസ്ലിയാരെ? അതുകൊണ്ട് നിർവചനം മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടേ വിടൂ. അതിനാണ് ഈ സംവാദം. വെല്ലുവിളിച്ചപ്പോ മുസ്ലിയാർ വിചാരിച്ചില്ല മുജാഹിദുകൾ അത് ഏറ്റെടുക്കുമെന്ന്. വെല്ലുവിളിച്ചപ്പോഴുള്ള